ദേവികച്ചിട്ട് വന്നിട്ടുണ്ടെന്ന് കാറ് കണ്ടതും ശ്രീഹരിക്ക് മനസ്സിലായി. അവൻ ബൈക്ക് ഒതുക്കി വെച്ചിട്ട് വീടിനകത്തേക്ക് പ്രവേശിച്ചു. ഉറക്കെയുള്ള ശകാരങ്ങളും ശാപവാക്കുകളും തൻ്റെ റൂമിൽ നിന്ന് ഉയർന്നു വരുന്നത് കേൾക്കാം. അത് അമ്മയുടേതാണെന്ന് മനസ്സിലാക്കുവാൻ അവനധികം സമയം വേണ്ടി വന്നില്ല. ശ്രീഹരി തൻ്റെ മുറിയിലേക്ക് കടന്നു വന്നു. അവൻ നോക്കിയപ്പോൾ അമ്മ എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. എടി, നീ നല്ല കുടുംബത്തിലെ ആൺകുട്ടികളെ വല വീശിപ്പിടിച്ച് നടക്കുന്നവളല്ലേടി? ദേവിക ചിറ്റയാണ് അടുത്ത ഊഴം. മേഘന വിങ്ങി പൊട്ടുകയാണ്. നിന്റെ വൈ നാക്കില്ലേടി? നീ ഇന്ന് മോങ്ങുന്ന കണ്ടില്ലേ? കള്ളി, ഞങ്ങളുടെ കൊച്ചിൻ്റെ ജീവിതം കളഞ്ഞു കുളിച്ചില്ലേ? ദേവിക അമർഷം പൂണ്ടു. ഇനി ഞാൻ ആ രേവതിയോട് എന്തു പറയും? എൻ്റെ കണ്ണ, നീ എന്നെ പരീക്ഷിക്കല്ലേ? ഗിരിജ പിന്നെയും കരയുകയാണ്. എടി, ഇറങ്ങിക്കോണം നീ ഇവിടുന്ന്. ദേവിക ചിറ്റ മേഘനയുടെ കയ്യിൽ പിടിച്ച് ഞെരിച്ചു. അവൾ വേദന കൊണ്ട് പുളഞ്ഞു. ചിറ്റേ! ശ്രീഹരി ഒറ്റ അലർച്ചയായിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് വിട്. അവൻ ദേവികയെ രൂക്ഷമായി നോക്കി. ദേവിക വേഗം മേഘനയുടെ കൈയുടെ പിടുത്തം വിട്ടു. ശ്രീഹരിയുടെ ഇങ്ങനൊരു പാവം ആരും ഇതിനു മുമ്പ് കണ്ടിരുന്നില്ല. എന്താ ഇവിടെ എല്ലാവരും കൂടി? ശ്രീഹരി ദേഷ്യപ്പെട്ടു. എടാ, നിന്റെ വേളി കഴിഞ്ഞു എന്നറിഞ്ഞ് വന്നതാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ടുണ്ടായ ഉണ്ണിയല്ലേ? അപ്പോൾ അതറിഞ്ഞുകൊണ്ട് നിന്നെ ഒന്ന് കാണാൻ വന്നതാ. ദേവിക പുച്ഛഭാവത്തിൽ പറഞ്ഞു. ശ്രീഹരി അതിന് മറുപടിയൊന്നും പറഞ്ഞിരുന്നില്ല. എല്ലാവരും മുറിക്ക് പുറത്തിറങ്ങി. കുറച്ച് സമയം കഴിഞ്ഞതും അവർ ഗിരിജയോട് യാത്ര പറഞ്ഞു പോയി. മേഘന മുറിയിൽ ചടഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇത്രയും നേരമായിട്ടും വെള്ളം പോലും കുടിച്ചിട്ടില്ല. തൊണ്ട വരളുന്നുണ്ടായിരുന്നു. ഈശ്വര, എന്തൊരു പരീക്ഷണമാണ്! അവൾക്ക് ചങ്ക് പൊട്ടുകയാണ്. ശ്രീഹരി മുറിക്കകത്തേക്ക് കയറി വന്നു. പോയി കുളിച്ചിട്ട് വരൂ, എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണം, ശ്രീഹരി പറഞ്ഞു. അവൾ വേഗം തന്നെ എഴുന്നേറ്റു. ബാഗിൽ നിന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് വാഷ്റൂമിൽ കയറി. കുളി കഴിഞ്ഞ് അവൾ ഇറങ്ങി വന്നപ്പോൾ ശ്രീഹരി ഉറങ്ങിയിരുന്നു. അവളൊരു ബെഡ്ഷീറ്റ് എടുത്ത് നിലത്ത് വിരിച്ചു. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്നു. ഈശ്വര, എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. ശ്രീഹരി വെറുതെ ഉറക്കന്നടിച്ച് കിടന്നതാണ്. അവൻ്റെ മനസ്സിലും 100,000 ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പെട്ടെന്ന് വാതിൽ ആരോ തട്ടി. ശ്രീഹരി ചാടി എഴുന്നേറ്റു. പുറത്ത് മുത്തശ്ശിയായിരുന്നു. എന്താണ് മുത്തശ്ശി? അവൻ ആരാഞ്ഞു. മുത്തശ്ശി ചുറ്റിലും നോക്കിയിട്ട് 2 റോബസ്റ്റ് പഴം ശ്രീഹരിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. മോനെ, ആ കുട്ടി ഒന്നും കഴിച്ചില്ലല്ലോ, നീ ഇതവക്ക് കൊടുക്ക്. മുത്തശ്ശി അതും പറഞ്ഞുകൊണ്ട് വേഗം അവിടുന്ന് നടന്നുപോയി. അപ്പോഴാണ് ശ്രീഹരി പോലും അത് ചിന്തിച്ചത്. ഒന്നും കഴിച്ചിരുന്നില്ലല്ലേ? ഐ എം സോറി. ശ്രീ അവളെ നോക്കി. ഇതാ, ഇത് കഴിച്ചോളൂ. അവനത് പറഞ്ഞ് പഴം അവൾക്ക് കൊടുത്തു. അവൾ അത് വാങ്ങി ചാർത്തിയോടെ കഴിച്ചു. ശ്രീഹരി അത് നോക്കി നിന്നു. അവൾക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് ശ്രീഹരിക്ക് മനസ്സിലായി. വെള്ളം വേണോ? അവൻ ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി. ശ്രീഹരി അപ്പോൾ തന്നെ അടുക്കളയിൽ ചെന്ന് വെള്ളം എടുത്തു. ഗിരിജ അവനെ അടിമുടിയൊന്ന് നോക്കി. മകൻ ഇങ്ങനൊരു പതിവില്ലാത്തതാണെന്ന് അവർക്കറിയാം. ശ്രീഹരി കൊടുത്ത വെള്ളം കുടിച്ചിട്ട് അവൾ നന്ദിയോടെ അവനെ നോക്കി. കണ്ണുകൾ നിറഞ്ഞു വന്നു. കിടന്നോളൂ, അവൻ പറഞ്ഞു. ആ കുട്ടി ഒന്നും കഴിച്ചില്ലല്ലോ ഗിരിജെ. കുടുംബത്തിൽ ഇങ്ങനൊരു കുട്ടി പട്ടിണി കിടക്കുക വെച്ചാൽ കുറച്ച് കഷ്ടമാണേ. പ്രഭാവതിയമ്മ മരുമകളെ നോക്കി. ഗിരിജ മറുപടിയൊന്നും പറഞ്ഞില്ല അവരോട്. അടുക്കളയിൽ ഓരോരോ ജോലികൾ ചെയ്യുകയാണ് ഗിരിജയും മകളും. അമ്മേ, ആര്യ വിളിച്ചപ്പോൾ ഗിരിജ മകളെ നോക്കി. മേഘന അടുക്കളയിലേക്ക് കയറി വരുന്നുണ്ട്. എടി, നിൽക്കടി അവിടെ. ഗിരിജ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. എൻ്റെ അടുക്കളയിൽ നീ കയറിപ്പോകരുത്. എവിടെ നിന്നോ കയറി വന്ന അഴിഞ്ഞാട്ടക്കാരി. നിന്നെ കെട്ടിലമ്മയായിട്ട് വാഴിക്കാടി ഞാൻ. മേഘന പേടിച്ച് പിന്നോട്ട് മാറി. മോളെ, നീ ആ മുറിയിലേക്ക് പോകൂ, മുത്തശ്ശി പറഞ്ഞപ്പോൾ അവൾ അവിടെ നിന്ന് പിൻവാങ്ങി. ശ്രീഹരി എന്ന് ഉണർന്നത് കുറച്ച് താമസിച്ചായിരുന്നു. മേഘന അപ്പോൾ അവിടെ എവിടെയില്ലായിരുന്നു. ദൈവമേ, അവൾ രാത്രിയിലെങ്ങാനും കടന്നു കളഞ്ഞോ? അവൻ ചാടി എഴുന്നേറ്റു. മേഘന അപ്പോൾ മുറിയിലേക്ക് വേഗം കയറി വന്നു. എന്താ? അവൻ ചോദിച്ചു. ഒന്നുമില്ലെന്നവൾ ചുമൽ അനക്കി കാണിച്ചു. പ്രഭാവതി അമ്മയും അവളുടെ പിറകെ അങ്ങോട്ട് കയറി വന്നു. മോള് വിഷമിക്കണ്ട, എല്ലാം ശരിയാകൂട്ടോ. ഗിരിജയുടെ മനസ്സിലെ വിഷമം കൊണ്ടാ. മോൾ ഇനി അധികം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, മുത്തശ്ശി പറഞ്ഞു. അവൾ തലയാട്ടി. ശ്രീ ഒന്നും മനസ്സിലാക്കാത്തതുപോലെ നിന്നു.
പുട്ടും കടലയുമായിരുന്നു അന്നവരുടെ കാലത്തെ പ്രഭാത ഭക്ഷണം. പ്രതാപൻ കഴിച്ചിട്ടിരിക്കുകയാണ്. ഇരിക്കുവാനായി ശ്രീഹരി കാത്തിരുന്നു. അയാൾ ജോലിക്ക് പോയി കഴിഞ്ഞാണ് അവനിരുന്നത്. ശ്രീഹരി കഴിച്ചിട്ട് എഴുന്നേറ്റപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം എടുത്ത് മുത്തശ്ശി അവൻ്റെ കയ്യിൽ കൊടുത്തു. ഇതാ കുട്ടിക്ക് കൊടുക്ക്, അവർ പറഞ്ഞു. അവനതനുസരിച്ചു. അങ്ങനെ മുത്തശ്ശി കൊടുക്കുന്ന ഭക്ഷണം അവൻ അവൾക്ക് കൊടുത്തു. അവൾ തൻ്റെ ഡ്രസ്സെല്ലാം കഴുകിയിടാനായി മുത്തശ്ശി കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് പോയപ്പോൾ ഗിരിജ അവിടേക്ക് വന്നു. നിന്റെ ഭർത്താവിൻ്റെ ഡ്രസ്സും കൂടി ഇതാ അലക്കിക്കോ എന്ന് പറഞ്ഞ് അവർ ശ്രീഹരിയുടെ ഷർട്ടും പാൻറ്റും അവൾക്ക് നേരെ എറിഞ്ഞു. അവൾ ഒന്നും പറയാതെ അതെല്ലാം എടുത്ത് അലക്കി പിഴിഞ്ഞു വിരിച്ചു. ആര് ഇടയ്ക്കൊക്കെ അവളെ നോക്കും. മേഘനെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായാൽ വേഗം മുഖം തിരിക്കും. വൈകിട്ട് പ്രതാപം വന്നപ്പോൾ ശ്രീഹരി ഉമ്മറത്തുണ്ടായിരുന്നു. അച്ഛനെ കണ്ടതും അവൻ ചാടി എഴുന്നേറ്റു. അയാൾ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോയി. ശ്രീഹരിയുടെ ഫോൺ കുറേ നേരമായി റിങ് ചെയ്യുന്നു. അവൻ പുറത്തെവിടെയോ ആണ്. മേഘന അത് എടുത്തു നോക്കി. മിഥുൻ കാളിങ്. കുറച്ചു കഴിഞ്ഞ് അവൻ മുറിയിലേക്ക് കയറി വന്നപ്പോൾ മേഘന ഫോൺ വന്ന കാര്യം അവനോട് പറഞ്ഞു. ശ്രീ അപ്പോൾ തന്നെ അവനെ തിരിച്ചു വിളിച്ചു. എടാ, എന്തായി കാര്യങ്ങൾ? അവൻ ചോദിച്ചു. മേഘന അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ശ്രീഹരി പതിയെ ഫോണുമായി വെളിയിലിറങ്ങി. അവനോട് സംസാരിച്ചിട്ട് ശ്രീഹരി അകത്തേക്ക് കയറി വന്നു. നിന്നെ അച്ഛൻ വിളിക്കുന്നു, മുത്തശ്ശി ശ്രീഹരിയെ നോക്കി പറഞ്ഞു. ഒരാഴ്ച സമയം തരുന്നു. അതിനു മുമ്പ് നീ ഇവിടുന്ന് അവളെയും വിളിച്ചോണ്ട് ഇറങ്ങിക്കോണം. എനിക്ക് നിന്നെ കൂടാതെ ഒരു മകളും കൂടിയുണ്ട്. പ്രതാപൻ മകനോട് ആജ്ഞാപിച്ചു. അവൻ തലയാട്ടി. ഒരാഴ്ച, അതിനു മുമ്പ് അവൾ പോകൂലോ, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് അവൻ ആശ്വസിച്ചു. രേവതിയോട് ഞാൻ ഇനി എന്ത് പറയൂ ഏട്ടാ, അവരെന്തോരം പ്രതീക്ഷിച്ചു. എന്നിട്ടൊടുവിൽ പ്രതാപനെ നോക്കി ഗിരിജ സങ്കടപ്പെട്ടു. നിന്റെ മകൻ്റെ വേളി കഴിഞ്ഞു എന്ന് പറയാ, അല്ലാണ്ട് ഞാനിപ്പോൾ എന്തു ചെയ്യും? അയാൾ ഉദാസീന ഭാവത്തിൽ പറഞ്ഞു. ഗിരിജ പിന്നീട് ഒരു അക്ഷരം പോലും ഉരിയാടിയില്ല. അന്നും പതിവ് പോലെ മേഘന തറയിൽ ബെഡ്ഷീറ്റ് വിരിച്ചു കിടന്നു. ശ്രീഹരി വെറുതെ ഫോൺ നോക്കി കിടക്കുകയാണ്. മിഥുൻ്റെ മെസ്സേജ് വരുന്നുണ്ട് തുരുതുരെ. എടാ, ആ പെണ്ണിൻ്റെ ഫോട്ടോ എടുത്തോ നീ? മിഥുൻ ചോദിച്ചു. ഇല്ല, അവൻ റിപ്ലൈ ചെയ്തു. എടാ, നീ അത് മറക്കരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ. മിഥുൻ വീണ്ടും മെസ്സേജ് അയച്ചു. ഓക്കേടാ, ശ്രീഹരി പറഞ്ഞു. ഫോൺ വെച്ചിട്ട് ശ്രീഹരി പതിയെ അവൾ കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കി. ചെരിഞ്ഞു കിടന്നുറങ്ങുകയാണവൾ. മുറിയിലെ അരണ്ട പ്രകാശത്തിൽ അവൻ അവളെ കണ്ടു. ഏറിയാൽ ഒരു 21 വയസ്സ് കാണും. കാണാൻ സുന്ദരിയാണ്, അതിൽ കൂടുതലില്ല. ഏതോ ഒരുത്തൻ വലവീശി പിടിച്ചു. പാവം, എല്ലാം വിശ്വസിച്ചിറങ്ങി വന്നതാണ്. അവൻ പറ്റിച്ചിട്ട് പോയോന്ന് പോലും അറിയില്ല. മിഥുൻ പറഞ്ഞതുപോലെ നാളെ തരം കിട്ടിയാൽ അവളുടെ കുറച്ച് ഫോട്ടോ എടുക്കണം. അവൻ തീർച്ചപ്പെടുത്തി. ശ്രീഹരി 1-2 തവണ അവളുടെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിലും താൻ ഇവിടുന്ന് പോകും മുമ്പ് എല്ലാം വിശദമായി പറയാമെന്ന് അവൾ അവന് വാക്ക് കൊടുത്തു. അയാൾ വിളിച്ചോ? എന്തെങ്കിലും വിവരം പറഞ്ഞോ തന്നോട്? അടുത്ത ദിവസം കാലത്തെ ശ്രീഹരി അവളോട് ചോദിച്ചു. വരും, 2 ദിവസം, അതിനു മുമ്പ് വരും, അവൾ മറുപടി കൊടുത്തു. ഓക്കേ എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. ഏട്ടാ, ആര്യാണെങ്കിൽ ശ്രീഹരിയുടെ അടുത്തേക്ക് ഓടി വന്നു. രേവതി ആൻറ്റിയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അവൾ ഓടി വന്നു പറഞ്ഞതും ശ്രീഹരിയെ വിയർത്തു. മേഘനയോട് മുറിക്ക് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ട് അവൻ വേഗം താഴേക്ക് വന്നു. ഞങ്ങൾ ഈ വഴി പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയെന്നുള്ളൂ, രേവതി പറഞ്ഞു. രേവതിയും അവരുടെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടിയാണ് വന്നത്. ഓ, അതിനെന്താടി, ഇത് കുടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഗിരിജ അവർക്ക് ചായ കൊടുത്തു. കുറച്ച് സമയം സംസാരിച്ചിരുന്നിട്ട് അവർ പോവാനായി എഴുന്നേറ്റു. ശില്പ സുഖമായിട്ടിരിക്കുന്നോ എന്ന് ശ്രീഹരി ചോദിച്ചപ്പോൾ ഗിരിജ കലി പൂണ്ടാണ് അവനെ നോക്കിയത്. നിനക്കെന്താ സുഖമില്ലെന്ന് രേവതി പോകാൻ നേരത്ത് ഗിരിജയോട് ചോദിച്ചു. ഇല്ലടി, 2 ദിവസമായിട്ട് ചെറിയ തലവേദന എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഴിഞ്ഞു മാറി. അവർ പോയി കഴിഞ്ഞാണ് എല്ലാവർക്കും ശ്വാസം നേരെ വീണത്. ശ്രീഹരി പെട്ടെന്ന് തന്നെ മുകളിലെ നിലയിലേക്ക് തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി.
ഗിരിജയും പ്രഭാവതിയമ്മയും അത് നോക്കി നിന്നു. ടെൻഷൻ കാരണം താനിപ്പോൾ ശില്പയെക്കുറിച്ച് ചിന്തിക്കുന്നു പോലും ഇല്ലെന്ന് അവൻ ഓർത്തു. അവൻ റൂമിൽ കയറിയപ്പോൾ മേഘനയെ അവിടെ എങ്ങും കണ്ടില്ല. ഇതെവിടെ പോയി? അവൻ ബാത്റൂമിൽ നോക്കിയപ്പോൾ വാതിൽ ചാരിക്കിടക്കുകയാണ്. അവനത് തുറന്നു. മേഘന അവിടെയുമില്ല. എടോ മേഘന, അവൻ വിളിച്ചു. എന്തോ? അവൾ വിളി കേട്ടു. താനിതെവിടെയാ? അവൻ ചുറ്റിലും നോക്കി. ശ്രീഹരി കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലായിരുന്നു അവൾ. ഒരു തരത്തിൽ അവൾ നിരങ്ങി ഇറങ്ങി വന്നു. എൻ്റെ പൊന്നെ, താനിതെങ്ങനെ അവിടേക്ക് കയറി? അവൻ ചിരിച്ചു. അത് ഞാൻ അവർ ആരെങ്കിലും റൂമിൽ കയറിയാലോ എന്ന് പേടിച്ചു. അവൾ ദയനീയമായി ശ്രീഹരിയെ നോക്കി. കഷ്ടം, സാരില്ല എന്ന് പറഞ്ഞവൻ ചിരിച്ചു. ശരി ശരി, ഇയാൾ കുളിച്ചോ? അവൻ ചോദിച്ചു. ഇല്ല, കുളിക്കാൻ പോവാ. അവൾ വേഗം ഡ്രസ്സ് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. കഴിഞ്ഞ 2 ദിവസവും മേഘന കുളിയൊക്കെ കഴിഞ്ഞു വന്ന് എന്തോ പ്രാർത്ഥന കണ്ണടച്ച് ചൊല്ലുന്നത് അവൻ കണ്ടിരുന്നു. ആ തക്കത്തിന് വേണം ഫോട്ടോ എടുക്കുവാൻ. ശ്രീഹരി കട്ടിലിൽ ഫോണും നോക്കി കിടക്കുകയാണ്. അവൾ മുടി അഴിച്ചിട്ട് ഒന്നുകൂടി കുടഞ്ഞു. കുറച്ച് വെള്ളത്തുള്ളികൾ ശ്രീഹരിയുടെ മുഖത്ത് വീണു. അവൻ ഒളി കണ്ടാൽ അവളെ നോക്കുകയാണ്. അവൾ കണ്ണടിച്ച് പ്രാർത്ഥിക്കുവാനിരുന്നു. പെട്ടെന്ന് അവൻ തൻ്റെ ഫോണിലെ ക്യാമറ ഓൺ ചെയ്തു. 1 2 അവൻ ഫോട്ടോ എടുത്തതും അവൾ കണ്ണു തുറന്നു. ശ്രീഹരി ഒന്നും അറിയാത്തതുപോലെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മോനെ, മുത്തശ്ശിയുടെ കൊട്ടൻ ചുക്കാതി തൈലം തീർന്നുപോയി. നീ ആ ടൗണിൽ പോകുമ്പോൾ ഒന്നും മേടിക്കണം കേട്ടോ. പുറത്തേക്ക് വന്ന് അവനോട് മുത്തശ്ശി പറഞ്ഞു. ശരി മുത്തശ്ശി. അവൻ ചിരിച്ചു. എന്നിട്ട് ബൈക്ക് ഓടിച്ച് വെളിയിലേക്ക് പോയി. ഗേറ്റ് കടന്നതും അവൻ ബൈക്ക് സൈഡിൽ ചേർത്ത് ഒതുക്കി നിർത്തി. എന്നിട്ട് പതിയെ ഫോൺ എടുത്തു. ഗ്യാലറി എടുത്ത് നോക്കിയപ്പോൾ മേഘനയുടെ 2-3 ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. എല്ലാം കണ്ണടച്ചിരിക്കുന്ന ഫോട്ടോയാണ്. അവൻ അതിലേക്ക് കുറച്ച് സമയം നോക്കി. എടാ, നല്ല പെണ്ണല്ലേടാ? മിഥുൻ ഫോട്ടോ കണ്ടിട്ടും മതിയാകാതെ നോക്കി. ശോ, കണ്ണ് തുറന്നുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ. മിഥുൻ വിഷമിച്ചു. ആ ബംഗാളി വന്നില്ലെങ്കിൽ ഞാൻ കെട്ടിയേനെ. മിഥുൻ ഫോൺ ശ്രീഹരിക്ക് കൈമാറിക്കൊണ്ട് ചിരിച്ചു. ബംഗാളിയൊന്നും അല്ലടാ, ശ്രീഹരി തിരുത്തി. പിന്നെ ആർക്കറിയാം, അവളുടെ അടുത്തെങ്ങാനും വല്ല കെട്ടിടം പണിക്കും വന്ന ബംഗാളിയാണോന്ന്. എൻ്റെ പൊന്നളിയ, നീ ഉള്ള സമാധാനം കൂടി കളയല്ലേ. ശ്രീഹരി മിഥുനെ നോക്കി. നീ സൂക്ഷിച്ചോണം. എടാ, ഞാൻ പോവാ. മഴയ്ക്ക് 2 ദിവസമായിട്ട് നല്ല കോളുണ്ട്. ശ്രീഹരി പോകാൻ തിടുക്കം കാണിച്ചു. അതോ ആ പെണ്ണിനെ കാണാനാണോടാ? മിഥുൻ ചോദിച്ചു. ഒന്ന് പോടാ. അമ്മയാണെങ്കിൽ ശില്പയുടെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തതാ. ഇവൾ പോയിട്ട് വേണോ എല്ലാം തുറന്നു പറയാൻ. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഓക്കേടാ, എങ്കിൽ പോയിക്കോ. മിഥുനും പോകാൻ തയ്യാറായി. മുത്തശ്ശി, ഇതാ തൈലം. അവൻ കുഴമ്പെടുത്ത് മുത്തശ്ശിക്ക് കൊടുത്തു. മുത്തശ്ശിയുമായി സംസാരിച്ച് നിന്നപ്പോൾ മേഘന വേഗം താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. അങ്ങനെ ഒരു പതിവില്ലാത്തതാണ്. എന്താ? അവൻ ചോദിച്ചു. അവൾ അതിന് മറുപടി പറയാതെ വേഗം മുത്തശ്ശിയോട് എന്തോ കാതി പറഞ്ഞു. ആണോ? മുത്തശ്ശി അവളോട് മുറിയിലേക്ക് പോയിക്കോളാൻ കൈകൊണ്ട് കാണിച്ചു. എന്താണ് നടന്നതെന്നറിയാതെ ശ്രീഹരിയും അവൾക്ക് പിന്നാലെ പോയി. ശ്രീഹരി നോക്കിയപ്പോൾ അവൾ കസേരയിലിരിക്കുകയാണ്. എന്താ, എന്തു പറ്റി? അവൻ ചോദിച്ചു. അവൾ ആകെ ക്ഷീണിതയാണെന്ന് അവന് തോന്നി. ഒന്നുമില്ല. കുറച്ചു കഴിഞ്ഞത് മുത്തശ്ശി അവിടേക്ക് വന്നു. കയ്യിൽ ഒരു ഗ്ലാസ് ചൂട് കാപ്പിയുണ്ട്. ഇത് കുടിക്കിട്ടോ, അപ്പോൾ കുറയും. ചില കുട്ടികൾക്ക് അങ്ങനാ, സാരില്ല. മുത്തശ്ശി പെറുപെറുത്തു. വാതിൽക്കലെത്തിയതും മുത്തശ്ശി തിരിഞ്ഞു. മോളെ, ശുദ്ധിയാകാതെ ഇനി ശ്രീകുട്ടൻ്റെ കൂടെ കിടക്കേണ്ടാട്ടോ. അവരതും പറഞ്ഞ് വെളിയിലേക്ക് പോയി. അപ്പോഴാണ് ശ്രീഹരിക്ക് കാര്യം പിടികിട്ടിയത്. മേഘനയ്ക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ആകപ്പാടെ ബുദ്ധിമുട്ട്. താൻ കാപ്പി കുടിക്കും. ശ്രീഹരി പെട്ടെന്ന് അവളോട് അങ്ങനെ പറഞ്ഞു. അവൻ പതിയെ കാപ്പി കുടിക്കാൻ തുടങ്ങി. അടിവയറ്റിൽ കത്തിപ്പടരുന്ന വേദനയാണ്. അമ്മയെന്ന് അവൾ ശബ്ദമില്ലാതെ വിളിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എടോ, തനിക്ക് കിടക്കണോ? ശ്രീഹരി അവളോട് ചോദിച്ചു. അവൾക്ക് കിടക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവൻ നിൽക്കുന്ന കാരണം. താൻ കിടന്നോളൂ. ശ്രീഹരി അത് പറയുമ്പോൾ അവൾ അവനെ നോക്കി. മേഘന, ആർ യു ഓക്കെ? ഓക്കെ, അവൾ പതിയെ പറഞ്ഞു. ഇയാളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നു. ശ്രീഹരി വീണ്ടും അവളെ നോക്കി.
വിളിച്ചിരുന്നു. അവൾ അത്രമാത്രം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ശരി, ഞാൻ പോയി അത്താഴം കഴിച്ചിട്ട് ഇപ്പോൾ വരാം. അവൻ അതും പറഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോയി. പുളിശ്ശേരിയും കായ ഉപ്പേരിയും അച്ചിങ്ങ മെഴുക്കുരട്ടിയതും പിന്നെ ഒരു ഉപ്പിലിട്ടതും, ഇതാണ് വിഭവങ്ങൾ. അവൻ അത്താഴം കഴിച്ചിട്ട് പതിവ് പോലെ മേഘനയ്ക്കുള്ളതുമായിട്ട് മുറിയിലേക്ക് വന്നു. അവൻ നോക്കിയപ്പോൾ മേഘന ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. പെട്ടെന്ന് അവൾ കഴിച്ചെഴുന്നേറ്റു. നല്ല വിശപ്പുണ്ടായിരുന്നു അവൾക്ക്. ശ്രീഹരി ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടതും അവൻ വേഗം ചെന്നു. നോക്കിയപ്പോൾ മുത്തശ്ശി. ദാ, ഈ വെള്ളം കുടിച്ചോ, ഉലുവയിട്ട് തിളപ്പിച്ചതാ, വേദനയൊക്കെ മാറും. മുത്തശ്ശി മേഘനയ്ക്ക് വെള്ളം കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവൾ അവരെ നന്ദിയോടെ നോക്കി. വേഗം കുടിക്ക്, ചൂടറിയാ പിന്നെ ഒരു ചവർപ്പാണേ. അവൾ ഒറ്റ വലിക്കത് മുഴുവൻ കുടിച്ചു തീർത്തു. ഗ്ലാസ് കഴുകിക്കൊണ്ടുവന്ന് മുത്തശ്ശിക്ക് കൊടുത്തു. മുത്തശ്ശി, അവൾ വിളിച്ചു. എന്താ കുട്ടിയെ? അവർ വാത്സല്യത്തോടെ അവളെ നോക്കി. ഒരുപാട് നന്ദി. അത് പറയുമ്പോൾ മേഘനയുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് അവൾ അവരുടെ കാലെത്തൊട്ട് തൊഴുതു. എന്താ കുട്ടി, എഴുന്നേക്ക്. അവരവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നന്നായി വരും. അവർ അവളുടെ നെറുകയെ തലോടി. അമ്മ ഇപ്പം തൈലം തേച്ചുകൊണ്ടിരുന്നതാ, ഇതെവിടെ പോയോ ആവോ? അമ്മേ, ഗിരിജ ഉറക്കെ വിളിച്ചു. തുടരും.